മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഡബിൾ എ റഹീം ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ള മൊണ്ണത്തരത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളുടെ കണ്ണടയിൽ ക്യാമറ ഉണ്ടെങ്കിലോ, നമ്മളറിയാതെ നമ്മുടെ വിവരങ്ങൾ അദ്ദേഹം ചോർത്തുന്നുണ്ടെങ്കിലോ, ഡൽഹി പോലീസ് ചെയ്ത പണിയതാണ്. നിങ്ങൾ കേട്ടില്ലേ? അതായത് നമ്മളറിയാതെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളുടെ കണ്ണടയിൽ ക്യാമറയുണ്ടെങ്കിലോ നമ്മുടെ വിവരങ്ങൾ ചോർത്തുകയാണ്. അതാണ് ഡൽഹി പോലീസ് ചെയ്യുന്നത് എന്നാണ് വിളിച്ചു പറയുന്നത്. നമുക്ക് അതിലേക്ക് വരാം. ഒരൊറ്റ കാര്യം എടുത്തു പറഞ്ഞോട്ടെ. അല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് പുതുതലമുറയോട് സംസാരിക്കുന്ന സമയത്ത് ഇടത് നേതാക്കന്മാർ ജോൺ ബുട്രാസ് ഉൾപ്പെടെ നിരന്നങ്ങനെ നിന്നിട്ട് നരേന്ദ്രമോദിയെ തോന്നിയത് വിളിച്ചു പറഞ്ഞു. ഓ, ഇൻസ്റ്റാഗ്രാമിലാണോ സോഷ്യൽ മീഡിയയിലാണോ, ഇതാണോ, ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. അതേ ആളുകൾ ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ വലിയ സജീവമായി പറയുന്ന ഡബിൾ എ റഹീമും ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ സകല ഇടത് നേതാക്കന്മാരും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഇവർ. പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. അതായത് കമ്പ്യൂട്ടറിനെതിരെ ഒരു വലിയ സമരം ചെയ്ത് ഇന്ന് AKG സെന്ററിൽ കമ്പ്യൂട്ടർ ഇല്ലാത്ത സംവിധാനം എന്തെങ്കിലും ഉണ്ടോ? അപ്പോ ഇത് ഇവരുടെ സ്ഥിരം ശൈലിയാ. ഇപ്പൊ പ്രധാനമന്ത്രിയെ കുറ്റം പറഞ്ഞ് ഇവരൊക്കെ തന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് സജീവമാണ്. ഏതായാലും അതെന്തെങ്കിലും അവർ ചെയ്യട്ടെ. ഒരൊറ്റ കാര്യേ ഡബിൾ എ റഹീമിനോടൊക്കെ പറയാനുള്ളൂ. ദയവ് ചെയ്ത് പുതുതലമുറയെ ഇങ്ങനെ വഞ്ചിക്കരുത്. എന്താ പറഞ്ഞത്? നമ്മുടെ വിവരം ചോർത്തുന്നോ? ഡൽഹി പോലീസ് കണ്ണട കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരത്തില് കണ്ണട വെച്ചാണ്, ക്യാമറ കണ്ണട വെച്ചാണ് എന്നൊക്കെയാ പറയുന്നത്. അല്ല, ഇത് ഔദ്യോഗികമായിട്ട് ഒരു സ്ഥലത്തും സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ എന്താണ് റഹീം പറയുന്നത് എന്നൊന്ന് കേട്ടു. ഇജ്ന ലെൻസ് ഉപയോഗിച്ച് സമരത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളുടെ ബയോമെട്രിക് വിവരങ്ങൾ ചോർത്തിയെടുത്തു. ഇക്ഷാന എന്നുള്ള വെഹിക്കിളും അതിനുവേണ്ടി ഉപയോഗിച്ചു. ഇതിനെതിരെയാണ് ഞാൻ സുപ്രീം കോടതിയിൽ പോയത്. നിങ്ങൾ കേട്ടില്ലേ? അതായത് സമരത്തിൽ പങ്കെടുത്തവരെ വീഡിയോ എടുത്തു എന്നാണ് കൃത്യമായിട്ട് ഡബിൾ എ റഹീം പറയുന്നത്. ഇനി ഞാൻ എടുത്തു പറയാണ്, ഒരു സ്ഥലത്ത് പോലും ഡൽഹി പോലീസ് ഇതൊരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല ഞങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത്. ഇനി അവർ ഉപയോഗിക്കണം എന്നുള്ളതാണ് വിവേകമുള്ള ഓരോ രാജ്യസ്നേഹികൾക്കും മുന്നോട്ട് വെക്കാനുള്ളത്. ഇത് വെറുതെ എന്തെങ്കിലും പറയല്ല. ഏതെങ്കിലും ബെഡ്റൂം സീൻ എടുക്കാനാണോ ഡൽഹി പോലീസ് ഈ കണ്ണടയിൽ ക്യാമറയും വെച്ച് ഇറങ്ങിയെന്ന് ഇവര് പറയുന്നല്ല. ഇവര് പറയുന്നത് സമരത്തിനിറങ്ങിയത്. ഇവരുടെ ഭാഷയിൽ അത് സമരമാണെങ്കിൽ ബോധമുള്ളവരുടെ ഭാഷയിൽ അതൊരു കലാപശ്രമമായിരുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. സമരത്തിന് ആളുകൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സമരവുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി മാത്രം വന്നവരുണ്ട്. പക്ഷെ കലാപത്തിന് വന്ന ആളുകൾ അതിനെടുക്കില്ലേ? നമ്മളൊക്കെ കൃത്യമായിട്ട് ക്യാമറകളിലൂടെ കണ്ടിട്ടുള്ളതല്ലേ. അതിൽ കൃത്യമായിട്ട് ഉമർ ഖാലിദിന് വരെ ആളുകൾ രംഗത്തെത്തി പ്രകടനം നടത്തിയിട്ടില്ലേ? ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അല്ല, പാർലമെന്റിലേക്ക്, അതായത് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പാർലമെന്റിലേക്ക് കലാപാഹ്വാനവും ആയിട്ട് വരുന്ന ആളുകൾക്ക് നേരെ പോലീസ് ക്യാമറ ഉപയോഗിക്കേണ്ടേ? ബെഡ്റൂം സീൻ എടുക്കാനൊന്നും അല്ലല്ലോ. കലാപത്തിന് വരുന്ന, ഇനി അവർ സമരത്തിന് വരികയാണെങ്കിൽ ഈ ക്യാമറ ഇവിടെ സുരക്ഷ വേണ്ടേ? അല്ല, ഇവിടെ പിണറായി വിജയൻ ഭരിച്ച 10 വർഷവും ഏതൊരു സ്ഥലത്തും ഇപ്പോഴും ഉണ്ട് കേട്ടോ. UDF ഭരിക്കുമ്പോഴുണ്ട്. ഒന്ന് ചിന്തിച്ചാൽ മതി. അതായത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ, പോലീസ് വാഹനം എത്തിയാൽ അതിലൊരു പോലീസുകാരൻ തന്റെ ഫോൺ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുക്കുന്നത് നമ്മൾ ഇവിടെ സ്ഥിരം കാണാറില്ലേ? ഈ ഡബിൾ എ റഹീമിനോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്കെതിരെ മാന്യമര്യാദക്ക് യൂത്ത് കോൺഗ്രസ്സുകാര് ഇവിടെ പ്രതിഷേധം നടത്തിയ സമയത്ത് നവയാത്രയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഇവിടെ ഒരു വലിയ യാത്ര നടത്തിയിരുന്നല്ലോ. പൂച്ചട്ടി കൊണ്ട് പോലും എടുത്തിട്ട് DYFIക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ച സമയത്ത് പിണറായി വിജയൻ എന്താ പറഞ്ഞത്? അത് രക്ഷാപ്രവർത്തനം എന്ന്. മാന്യം മര്യാദക്കുള്ള ഒരു സമരത്തെ പോലും നല്ല രീതിക്ക് അത് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകളെ ഇപ്പോ ക്യാമറ ഉപയോഗിക്കണം. അതാണ് വിവേകമുള്ള ഓരോ മലയാളിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഇനി ഇവർ കോടതിയിൽ എന്തോ മലമറിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്നിട്ടും സമരം ചെയ്യാനും സംഘടിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷെ അവിടെ പോയാൽ നമ്മളെ ഡിജിറ്റലി പിന്തുടരുന്നു. ഇതൊരു പോലീസ് സ്റ്റേറ്റാക്കി മാറ്റുന്നതിന്റെ ലക്ഷണം വേണ്ടിയുള്ള ശ്രമം നടക്കുന്ന സമയത്ത് അതിനെ നിയമപരമായി നേരിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വകാര്യത നമ്മുടെ അവകാശമാണ്. അതിനുമേൽ കയറാൻ ഒരു മോദിക്ക് അവകാശമില്ല. നമ്മുടെ സമരം ചെയ്യാനുള്ള അവകാശവും ഭരണഘടന നൽകുന്ന അവകാശമാണ്. ഇതിനുവേണ്ടി പാർലമെന്റിനുള്ളിൽ പൊരുതി, തെരുവിൽ പൊരുതി, ഇപ്പോൾ കോടതിയിലേക്ക് നീങ്ങുന്നു. നിങ്ങൾ കേട്ടില്ലേ? ഒരു പിണറായിക്കും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരന്റെയും തല പൊട്ടിക്കാൻ ഒരു അധികാരമില്ല. അതിവിടെ പിണറായി ചെയ്തിട്ടുണ്ട്. മോദി അത്തരത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ആക്രമണത്തെയും ഇന്നേ വരെയായിട്ട് നരേന്ദ്രമോദി പിന്തുണച്ചിട്ട് പോലില്ല. തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ. വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ.
സമരം ചെയ്യാനുള്ള അവകാശം പോലെ തന്നെയാ ഈ രാജ്യത്തിന്റെ സുരക്ഷ നോക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്ത. പാർലമെന്റിലേക്ക് നടക്കുന്ന ഒരു ആക്രമണ, പാർലമെന്റിലേക്ക് അല്ലാതെ നവയാത്ര നടത്തുമ്പോ ബസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും പാർട്ടി ഓഫീസിലേക്കുള്ള സമരമല്ല. ഇത് രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക്. ആര് രാജ്യം ഭരിച്ചാലും പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കാത്തതാ. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതല്ലേ. അയൽ രാജ്യങ്ങളില് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതിനാൽ അത്തരം രാജ്യങ്ങൾ ബംഗ്ലാദേശ് ഉൾപ്പെടെ നേപ്പാൾ ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. നമ്മളതൊക്കെ തന്നെ നോക്കിക്കാണുന്നു. അതേ സാഹചര്യത്തില് പാർലമെന്റിലേക്ക് ഒരു പറ്റം കലാപകാരികള് മാർച്ച് നടത്തുമ്പോ അത് വീഡിയോ എടുക്കേണ്ട ഈ സമരം ചെയ്യാനുള്ള അവകാശം പോലെ തന്നെയാണ്. അതൊരു പ്രശ്നത്തിലേക്കും എത്താതിരിക്കാൻ ക്യാമറ കണ്ണുകൾ തുറന്നു വെക്കുക എന്നുള്ളത്. അത് നമ്മുടെ കേരളത്തിൽ കേരള പോലീസ് ചെയ്യുമ്പോൾ മാത്രം കൈയടിച്ചാൽ മതിയോ? കേരളത്തിലൊക്കെ എടുക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് ഇവിടെ പാർലമെന്റിലേക്ക് ഭീകരാക്രമണം പോലും ഉണ്ടായിട്ടില്ലേ? ആ ഒരു സ്ഥലത്തേക്ക് നടത്തുന്ന ഒരു മാർച്ചില് ഈ ക്യാമറ ഈ റഹീമിനോട്, ഡബിൾ എ റഹീമിനോട് നിങ്ങൾ പൊട്ടത്തരം എന്ത് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞോളൂ. അതൊക്കെ ഒരു ലിമിറ്റിൽ, അതൊക്കെ ഇവിടെ കിടന്ന് കേരളത്തിൽ എന്തെങ്കിലും നിങ്ങൾ പൊട്ടത്തരം പറഞ്ഞ് എന്തെങ്കിലും ചെയ്തോളൂ. അത് നമുക്കൊക്കെ അങ്ങ് മനസ്സിലാക്കാം. ഇതൊക്കെ തന്നെ ഇവിടുന്ന് വരൂ എന്നുള്ളത്. പക്ഷെ ഇവിടുത്തെ പുതുതലമുറയോട് രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയാലും ക്യാമറയൊന്നും ഉപയോഗിക്കരുത് എന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ വിവരക്കേട് പറയുന്നത്? ഡൽഹി പോലീസ് ക്യാമറ ഉപയോഗിച്ച് ഒരു വീഡിയോ പോലും എടുക്കരുത് എന്നാണ് ഇവർ പറയുന്നത്. അതായത് തെരുവിലിറങ്ങിയിട്ട് കലാപശ്രമം നടക്കുമ്പോഴാണ് അവിടെ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ സ്ഥലത്തും ഇതൊരു സ്ഥിരീകരണമല്ല. ഓരോ രാജ്യസ്നേഹിക്കും കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാനുള്ളത് ക്യാമറ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ക്യാമറ ഉപയോഗിക്കണം. ഇത് BJP-ക്കാരെയോ അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്കാരെയോ രക്ഷിക്കാനല്ല, ഈ രാജ്യത്തെ രക്ഷിക്കാൻ രാജ്യസ്നേഹികളുടെ ഒരു റിക്വസ്റ്റാ. ഈ ഡബിൾ എ റഹീമിനെ പോലെയുള്ള ആളുകൾ ഇതൊക്കെ വിളിച്ചു പറയുന്നത് മൊണ്ണത്തരമാണെന്ന് വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിയാ. കലാപശ്രമമൊക്കെ നടക്കുമ്പോ സകല എണ്ണത്തിനെയും ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കണം. എന്നാലേ നാളെ ഒരു കലാപത്തിന് ഒരവസരം കിട്ടുമ്പോ നമുക്കറിയാം കേരളത്തിന്റെ പാർലമെന്റ് ഇടിച്ചു പൊളിക്കാൻ പോലും സോഷ്യൽ മീഡിയയിൽ ആഹ്വാനം നടന്നിട്ടുണ്ട്. ആഹ്വാനം ലോകാവസാന സ്വപ്നം കണ്ട് ഡൽഹിക്ക് വയനാട്ടുകാരൻ വണ്ടി കയറിയിട്ടുണ്ട്. ഇത്തരം സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്നവരെ ഒന്ന് അടങ്ങി കേരളത്തിൽ തന്നെ ഇരിക്കണമെങ്കിൽ ഡൽഹി പോലീസ് അവിടെ ക്യാമറ ഉപയോഗിക്കുന്നു എന്ന കൃത്യമായിട്ട് ഓരോ ജനപ്രതിനിധികളും പറഞ്ഞു കൊടുക്കേണ്ടത്. സമരത്തിന് ഏത് രീതിയിലുള്ള ജനാധിപത്യ സമരത്തെയും നരേന്ദ്രമോദി സ്വീകരിക്കുന്നത് പോലെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഭരണകൂടവും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയുക.